സാധാരണ മൂന്നാം ലോക രാജ്യങ്ങളിലും അതുപോലെ തന്നെ വലിയ കേമത്തരം പറയാത്ത രാജ്യങ്ങളിലൊക്കെ പലതരം പ്രക്ഷോഭങ്ങളും പ്രതികരണങ്ങളുമൊക്കെ കാണാറുണ്ട്. അത്തരം വാർത്തകൾക്ക് ചാനലുകളിലും ദൃശ്യമാധ്യമങ്ങളിലുമൊക്കെ വലിയ പ്രാധാന്യവും ലഭിക്കാറുണ്ട്. എന്നാൽ ചിലയിടത്ത് നടക്കുന്ന സംഭവങ്ങളൊന്നും അത്ര പ്രാധാന്യം കിട്ടില്ല. അങ്ങ് അമേരിക്കയിൽ ട്രംപിനും എലോൺ മസ്കിനുമെതിരെ അമേരിക്കക്കാരായ ജനങ്ങൾ തെരുവിലിറങ്ങിയത്രേ. 2020 ബ്ലാക്ക് മാറ്റേഴ്സ് എന്ന വിഷയത്തിൽ അമേരിക്കയിൽ നടന്ന പ്രക്ഷോഭങ്ങൾക്ക് ശേഷം ഏറ്റവും വലിയ ജനപിന്തുണയോടെ നടന്ന പ്രക്ഷോഭങ്ങളിലൊന്നാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ അരങ്ങേറിയതെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹാൻഡ്സ് ഓഫ് ട്രംപ് എന്ന പേരിൽ ഒരു ക്യാമ്പയിനായിട്ടാണ് അമേരിക്കക്കാർ ഇതിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. തങ്ങളുടെ ജീവിതത്തിലും സ്വാതന്ത്ര്യത്തിലും വല്ലാതെ ട്രംപ് ഇടപെടുന്നു എന്നും ട്രംപിൻ്റെ നയങ്ങളൊക്കെയും ഞങ്ങളെ ദുരിതത്തിലാക്കുന്നതാണെന്നും ഇത് അനുവദിക്കാനാവില്ലെന്നുമാണ് ക്യാമ്പയിന് വേണ്ടി രംഗത്തിറങ്ങിയ ജനകീയ സംഘടനകളുടെയും ജനങ്ങളുടെയും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന്. ട്രംപ് ആകട്ടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന രീതിയിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടും ചിരിപ്പിച്ചുകൊണ്ടും പകരം ചുങ്കമെന്ന പേരിലും പ്രതികാര ചുങ്കമെന്ന പേരിലും എല്ലാവരുടെയും പുറത്തേക്ക് നികുതി കയറ്റി അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ്. അങ്ങനെ വെച്ചു കൊടുത്തതിൻ്റെ പേരിൽ ടോയ്ലറ്റിൽ ഉപയോഗിക്കാനുള്ള ടിഷ്യൂ പേപ്പർ കിട്ടാത്ത സ്ഥിതിയിലേക്ക് അമേരിക്ക എത്തിയ വിവരം ഞാനൊരു വാർത്ത ചെയ്തിരുന്നു. കാനഡയിൽ നിന്ന് വരുന്ന സോഫ്റ്റ് വുഡ് ഉണ്ടല്ലോ, ആ സോഫ്റ്റ് വുഡ് അതുപയോഗിച്ച് ടിഷ്യൂ പേപ്പർ നിർമ്മിച്ച് ആണ് ആളുകൾ ബാത്റൂമിൽ പോകുമ്പോൾ മുഖം തുടച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ മുഖം തുടയ്ക്കാൻ ടിഷ്യൂ പേപ്പർ കിട്ടുന്നില്ലത്രേ. അതിൻ്റെ പേരിൽ വരെ അവിടെ പ്രതിസന്ധി ഉണ്ടാക്കി സാക്ഷാൽ ട്രംപ് മച്ചമ്പി. എല്ലാം സുഗന്ധപൂരിതമാക്കാം എന്ന് പറഞ്ഞ് അധികാരത്തിലേറിയിട്ട് ആ ഭാഗം പോലും ദുർഗന്ധം മാറ്റാൻ കഴിയാത്തവണ്ണം പ്രതിസന്ധിയിലായിരിക്കുകയാണത്രേ പലയിടങ്ങളിലും. അപ്പോഴാണ് ജനങ്ങൾ പ്രതികരണവുമായി രംഗത്തെത്തിയത്. അനിയന്ത്രിതമായ നാടുകടത്തലും ജെൻഡർ ഇഷ്യൂവിലെ ഏകാധിപത്യ പ്രവണതയും ജീവിതം ദുസ്സഹമാക്കുന്ന നയങ്ങളും മറ്റ് അയൽരാജ്യങ്ങളുമായുള്ള ബന്ധം വഷളാക്കുന്നതിലൂടെ അവിടെയൊക്കെ സൃഷ്ടിക്കപ്പെടുന്ന പ്രതിസന്ധികളുമാണത്രേ സമരക്കാർ ഉയർത്തിയ പ്രധാനപ്പെട്ട സംഗതികളിലൊന്ന്. പണ്ടൊരിക്കൽ ജനാധിപത്യ അവകാശത്തിനു വേണ്ടി അമേരിക്ക പോരാടിയതിന് തുല്യമായി 2020 കറുത്ത വർഗ്ഗക്കാരെ അകാരണമായി മർദ്ദിക്കുന്നതിനെതിരെ അരികുവൽക്കരിക്കുന്നതിനെതിരെ ഉണ്ടായ ബ്ലാക്ക് മാറ്റേഴ്സ് പ്രക്ഷോഭത്തിന് ശേഷമാണ് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രതിഷേധങ്ങൾ അമേരിക്കയുടെ പല ഭാഗങ്ങളിലും അരങ്ങേറിയത്. ട്രംപിനെതിരെ മാത്രമല്ല, ട്രംപിനോടൊപ്പം നിന്ന് വെറും കച്ചവടക്കാരനെ പോലെ ഒരു രാജ്യത്തെ നയിക്കാൻ ശ്രമിക്കുന്ന എലോൺ മസ്കിനെതിരെയും ജനങ്ങൾ മുദ്രാവാക്യം വിളിച്ചത്രേ. അതിന് വൈറ്റ് ഹൗസ് പ്രതികരിച്ചത് ഇത് ഡെമോക്രാറ്റുകളുടെ കളിയാണെന്നാണ്. എന്നാൽ മാധ്യമങ്ങളിൽ പലരും പറയുന്നത് ഇത് ഡെമോക്രാറ്റുകളുടെ കളിയല്ല, മറിച്ച് ഇത് പ്രയാസപ്പെടുന്നവർ പ്രതിഷേധിച്ച് രംഗത്തിറങ്ങിയതാണ്. വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലാണ് ഇങ്ങനെ നടന്നതെങ്കിൽ അതിന് വലിയ പ്രാധാന്യം കൊടുത്ത് പാശ്ചാത്യ മാധ്യമങ്ങൾ വല്ലാതെ പുകഴ്ത്തിപ്പാടി ജനാധിപത്യം പുലരാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കേണ്ടതാണ്. എന്നാൽ അമേരിക്കയിലായതുകൊണ്ട് വലിയ ആവി വരാത്തവണ്ണം കുക്കറിലടിക്കുന്നത് പോലെ ഷൂ സൗണ്ട് കേൾപ്പിച്ച് അങ്ങ് അവസാനിക്കുകയാണത്രേ.